നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർട്ടിയുടെ കഴുക്കോലൂരുന്ന കള്ള നാണയത്തെ തിരിച്ചറിയണം. സതീശന്റെ സമയമെടുത്തു, ഓർത്തോ, ഇനി കണക്ക് തീർക്കലിന്റെ സമയം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഉന്നം വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രതിപക്ഷ നേതാവിന്റെ ആഫീസിൽ കൂട്ടക്കരച്ചിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തിയാൽ തന്റെ തല തെറിക്കുമെന്ന പേടിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കഴിഞ്ഞ ദിവസം കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് വി.ഡി. സതീശൻ മല കയറി അയ്യനെ തൊഴുത് മടങ്ങിയെത്തി. എന്നാൽ മടങ്ങിയെത്തിയതു മുതൽ ഒരു ഇരിക്കപ്പുറതിയില്ല വി.ഡി. സതീശന്. പണി 18 തന്റെ നെഞ്ചത്തേക്ക് വരുന്നുണ്ടെന്ന ഭയം സതീശന് ഇപ്പോൾ കലശലായിരിക്കുകയാണ്. ചവിട്ടി ഒതുക്കിയിട്ടും മെരുങ്ങാതെ രാഹുൽ തിരിച്ചെത്തുന്നത് സതീശൻ കൂട്ടരെ വിറളി പിടിപ്പിക്കുന്നു. മുൻകൂർ ജാമ്യം കിട്ടിയ രാഹുൽ സർക്കാരിനല്ല, ശരിക്കും വി.ഡി. സതീശനാണ് വെള്ളിടി. രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ വി.ഡി. സതീശൻ പ്രതികരിച്ചതുകൂടി നമ്മളൊന്ന് കാണണം. ആ കൈ ഞങ്ങൾ വിട്ടു എന്നായിരുന്നു വി.ഡി. സതീശൻ പറഞ്ഞത്. അതായത് ഇനി ജാമ്യം കിട്ടിയാലും രാഹുലിന് പാർട്ടിയിലേക്ക് വഴി ഒരുക്കാൻ കളമൊരുക്കിയാൽ തടയുമെന്ന സന്ദേശമായിരുന്നു വി.ഡി. സതീശൻ കൊടുത്തത്. ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ സൈബർ ഗ്രൂപ്പുകൾ പ്രതിപക്ഷ നേതാവിനെതിരെ വീണ്ടും തിരിഞ്ഞു. പാർട്ടിയെ പ്രതിസന്ധിയിൽ നിർത്തി വെടക്കാക്കി തനിക്കാക്കാമെന്ന് കരുതിയാൽ നോക്കിയിരിക്കത്തേ ഉള്ളൂവെന്ന് രാഹുൽ ആർമി വി.ഡി. സതീശൻ ഇട്ട് പൊട്ടിച്ച ബോംബ്. രാഹുലിനെ തിരിച്ചെടുക്കില്ലെന്ന സതീശന്റെ കടും പിടുത്തം അതാണ് ഇപ്പോഴും നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയത് വി.ഡി. സതീശന്റെ കട്ടപ്പുകയ്ക്കാണ്. ഇതുവരെ എവിടെയും പാർട്ടിയെയോ നേതാക്കന്മാരെയോ പ്രതിരോധത്തിലാക്കുന്ന ഒരക്ഷരം പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം രാഹുലിനെ പല ആവർത്തി കുത്തിയത് സതീശനും സതീശൻ ഗ്രൂപ്പുമാണ്. എന്നാൽ ഇനി രാഹുൽ തിരിച്ചുവരവിന് കളമൊരുക്കും. പുറത്താക്കിയ പാർട്ടിയെ കൊണ്ട് തന്നെ തിരിച്ചെടുപ്പിക്കാനുള്ള കളിയാണ് ഇനി രാഹുൽ പുറത്തെടുക്കുക. അതിന് രാഹുൽ മാങ്കൂട്ടത്തിന് തന്റെ സൈബർ ഗ്രൂപ്പുകൾ ആവശ്യമാണ്. അവർ പണിയെടുക്കും. വി.ഡി. സതീശൻ ഉൾപ്പെടെ പിന്നിൽ നിന്ന് പണിഞ്ഞവർക്കെല്ലാം ഓരോന്നായി രാഹുൽ മാങ്കൂട്ടത്തിൽ പണി കൊടുക്കും. ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനി സതീശൻ തന്നെയാണെന്ന ചില ചർച്ചകളുമുണ്ട്. പിന്നാലെ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, സണ്ണി ജോസഫ്, അങ്ങനെ നീളുന്നുണ്ട് ലിസ്റ്റ്. പിന്നെ യുവനിരയിലെ കാലുവാരികളിൽ ചിലരും. രാഹുലിന്റെ തിരിച്ചുവരവ് കൂട്ടത്തിലുള്ളവർക്ക് കനത്ത തിരിച്ചടിയാണ്. സർവശക്തനായിട്ടാണ് രാഹുൽ തിരിച്ചെത്തുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഈ പിന്തുണയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതും ഈ സർക്കാരും ഈ കോൺഗ്രസ് പാർട്ടിയും തന്നെയാണ്. അതായത് രാഹുലിനെ എങ്ങനെയും കുടുക്കാൻ വേണ്ടി പല കളികൾ ഇവർ കളിച്ചു. ഇതിനിടയിൽ യഥാർത്ഥ ഇരകൾ പോലും വേട്ടയാടപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുലിനെ ഒതുക്കാനുള്ള ഒരു വേട്ടയാടൽ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് തന്നെ അവരിൽ പലരും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിലയുറപ്പിച്ചതാണ് സർക്കാരിനും കോൺഗ്രസിനും വെള്ളിടി വെട്ടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതായത് സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യം അനുവദിച്ചു കൊടുത്തതോടുകൂടി, അതായത് ആ ജാമ്യ ഹർജിയിൽ കൃത്യമായി തന്നെ കോടതി പറയുന്നുണ്ട് ഇതിൽ സംശയിക്കത്തക്കതായി പലതും ഉണ്ടെന്ന്. ഗൂഢാലോചനയുടെ മണം അടിക്കുന്നുണ്ട് എന്നാണ് കോടതി പറയാതെ പറഞ്ഞത്. 2 കേസിലും ജാമ്യം കിട്ടുന്നു, കോടതി അറസ്റ്റ് തടയുന്നു. രാഹുൽ വേട്ടയാടപ്പെട്ടുവെന്ന് അയാളുടെ ഗ്രൂപ്പുകളിലൂടെ നിരന്തരം പോസ്റ്റുകളും വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജനങ്ങൾക്കിടയിൽ ഇരയാക്കപ്പെട്ടവന്റെ ചിത്രമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഭരണപക്ഷം വേട്ടയാടിയതല്ല, ജനം ചർച്ചയാക്കുന്നത് പ്രതിപക്ഷ നിരയിലെ സ്വന്തം കൂട്ടരും അയാളെ വേട്ടയാടിയെന്ന ചിത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷക്കാരെല്ലാം സതീശനെ ചവിട്ടി പുറത്താക്കാൻ ഇപ്പോൾ കൊലവിളി ഉയർത്തുകയാണ്. മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിന് മുൻപ് സതീശൻ പറഞ്ഞ ആ നിലപാട് തന്നെയാണ് സതീശന് വെള്ളിടി വെട്ടിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലായത് CPM ആണെന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. വെച്ച വെടി പക്ഷേ സ്വന്തം മൂട്ടിൽ തന്നെയാണ് വീട് പൊട്ടിയിരിക്കുന്നത്. ആ അവസ്ഥയിലാണ് വി.ഡി. സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഞങ്ങളെ ബാധിക്കില്ല, മാത്രമല്ല അവിടെയും പ്രതിരോധത്തിലായത് CPM ആണ്. ഞങ്ങൾ കൃത്യമായ അച്ചടക്ക നടപടികൾ എടുത്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ ചെയ്യാത്ത രീതിയിലുള്ള മാതൃകാപരമായ നടപടികൾ എടുത്തപ്പോൾ അവിടെ CPM പ്രതിരോധത്തിലായി. ഇതായിരുന്നു വി.ഡി. സതീശൻ പ്രതികരിച്ചത്. CPM അറസ്റ്റൊക്കെ നീട്ടിക്കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് അവസാനം വരെ ഈ വിഷയം നിർത്താമെന്ന് തെറ്റിദ്ധരിച്ചു. അതിൽ തിരിച്ചടി ഉണ്ടാകും. വിഷയത്തിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി കൈ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ആളുകളുടെ പേരൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. അവരെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ ആരുടെയും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. ഞങ്ങൾ ആ കൈ വിട്ടു. വേണ്ടാത്ത കാര്യം വന്നപ്പോൾ ഞങ്ങൾ ആ കൈ വിട്ടുകളഞ്ഞതാണ്. മുഖ്യമന്ത്രി ഇപ്പോഴും ആ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പൂർവ്വകാല ചരിത്രം മറക്കരുതെന്നും വി.ഡി. സതീശൻ ഓർമ്മിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ആരും സ്വീകരിച്ചിട്ടില്ലാത്ത നടപടികൾ കോൺഗ്രസ് സ്വീകരിച്ചത്. ആദ്യ പിണറായി മന്ത്രിസഭയിലെ 2 പേർ കാട്ടിയ വിക്രിയകൾ മുഖ്യമന്ത്രി മറന്നോ എന്നും ഓർക്കണം. ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട 2 പേർ ഇപ്പോഴും മുഖ്യമന്ത്രിക്കൊപ്പമില്ലേ? മുൻ MLA ആയിരുന്ന സംവിധായകനെതിരെ ലഭിച്ച പരാതി എത്ര ദിവസം പൂഴ്ത്തിവെച്ചു? പോലീസിന് കൈമാറാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വൈകിയത് എന്താണെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. അതായത് രാഹുലിനെ ഞങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങളുടെ പക്ഷത്തുള്ളവരെ നിങ്ങൾ സംരക്ഷിക്കുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു വി.ഡി. സതീശൻ ഉയർത്തിയത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ അട്ടത്തൊന്നും എടുത്തു വെച്ചിട്ടില്ല, അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് സതീശൻ വെട്ടിത്തുറന്നു പറഞ്ഞു. ഭരണപക്ഷവും CPM-ഉം രാഹുൽ വിഷയത്തിൽ തലങ്ങും വിലങ്ങും പ്രതിപക്ഷത്തെ കുടയുമ്പോൾ ആ പെണ്ണുപിടിയനെ ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല, പുറത്താക്കിയെന്ന് സമ്മതിക്കുകയായിരുന്നു സതീശൻ. അതായത് രാഹുൽ പെണ്ണുപിടിയനെന്ന് സമ്മതിച്ചു കൊടുത്തു. ഗർഭം കലക്കിയെ ഞങ്ങൾ ചുമക്കില്ല എന്ന് കോൺഗ്രസ് പറയാതെ അങ്ങ് പറഞ്ഞു. എന്നാൽ രാഹുലിന് പറയാനുള്ളത് കേൾക്കണം. ഇത് പാലക്കാട് MLA കുടുക്കാൻ നടക്കുന്ന കളിയാണ്. അത് കോൺഗ്രസ് മനസ്സിലാക്കണം. തെറ്റുകാരനെന്ന് കോടതി വിധിക്കുന്നത് വരെ കാത്തിരുന്നുകൂടെ? ഈ പാർട്ടിയുടെ കഴുക്കോൽ ഊരുന്ന കളിയാണ് മുതിർന്ന നേതാക്കൾ കാണിക്കുന്നതെന്ന് പല കോണിൽ നിന്നും വിമർശനം വന്നു. ഉഭയകക്ഷി സമ്മതത്തോടെ നടന്ന ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നും മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് നടക്കുന്ന ഗൂഢാലോചന പൊളിച്ചെടുക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടതെന്നും അണികൾ തുറന്നടിച്ചു. പക്ഷേ രാഹുൽ തെറ്റുകാരൻ, അവനെ ഇനി തിരിച്ചെടുക്കില്ല എന്ന ഒറ്റ നിലപാടിൽ സതീശനും കൂട്ടരും ഉറച്ചുനിന്നു. മുൻകൂർ ജാമ്യം പോലും രാഹുലിന് കിട്ടിയ സ്ഥിതിക്ക്, അതായത് ഒരു ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് കോടതി തന്നെ പറഞ്ഞിടത്ത് രാഹുലിനെ ഇനിയും മാറ്റി നിർത്തുന്നത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകും എന്നാണ് അണികൾ ആർത്തു വിളിക്കുന്നത്. അവർ മുറവിളി കൂട്ടുകയാണ് രാഹുലിനെ തിരിച്ചെടുക്കണമെന്ന്. പക്ഷേ സതീശനും കൂട്ടരും അതിന് തയ്യാറേ അല്ല. ഒരു കാര്യമുണ്ട്, നമ്മൾ രാഷ്ട്രീയമായ ഗൂഢാലോചനയും അതുപോലെ തന്നെ രാഹുലിനെ വേട്ടയാടുന്ന കാര്യമൊക്കെ പറയുമ്പോഴും മറ്റൊരു കാര്യവും കൂടി ജനങ്ങൾ ഓർക്കണം. അയാളുടെ ഭാഗത്ത് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനായി ഇരുന്നു കൊണ്ട് അയാൾ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തികളാണ് ചെയ്തത്. അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക തന്നെ വേണം. കാരണം അയാൾ സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീകളല്ല, പല സ്ത്രീകളുമായിട്ടും അത് തെളിഞ്ഞിട്ടുണ്ട്. കാരണം രാഹുൽ തന്നെ സമ്മതിക്കുന്നുണ്ട് ഉഭയകക്ഷി ബന്ധം നടന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഒരു ജനപ്രതിനിധി ഇത്തരത്തിലാകരുത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതും മലയാളികൾ മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്ന് നേരെ പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു കാരണവശാലും തങ്ങൾ തിരിച്ചെടുക്കില്ല എന്ന് വി.ഡി. സതീശനും കെ മുരളീധരനും ചെന്നിത്തലയും തുടങ്ങിയ ഒരു പറ്റം നേതാക്കൾ അവരുടെ നിലപാട് പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞത് അടപടലം തിരിച്ചാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ KPCCക്ക് ലഭിച്ച പരാതി ആസൂത്രിതമാണെന്നാണ് UDF വിലയിരുത്തുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചിരിക്കുന്നത് വലിയൊരു പൊട്ടിത്തെറിക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടിയിൽ വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. 2 പക്ഷക്കാർ ഉണ്ട് എന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാകുകയാണ്. അതായത് ഒരു പക്ഷക്കാർ പറയുന്നത് രാഹുൽ തെറ്റുകാരനാണ്, അയാളെ ഇനി പാർട്ടിക്ക് ആവശ്യമില്ല എന്ന്. എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നത് ഇത് പാർട്ടിയെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും കുടുക്കുന്നതിന് വേണ്ടി നടന്ന കളിയാണ്, അത് മനസ്സിലാക്കാൻ പോലും നേതാക്കൾക്ക് കഴിഞ്ഞില്ല, മണ്ടത്തരം കാണിച്ചത് ഈ പറയുന്ന കോൺഗ്രസ് മണ്ടന്മാർ തന്നെയാണെന്ന് അണികൾ പറഞ്ഞു വെക്കുന്നു. പരാതിക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും ആ പരാതി എന്തിനാണ് തനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾക്ക് കിട്ടിയതെന്നും സണ്ണി ജോസഫ് ചോദിക്കുന്നു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. ഈ ഒരു നിലപാട് നിങ്ങൾ തുടക്കത്തിൽ എടുക്കാമായിരുന്നു. അതായത് KPCC പ്രസിഡന്റിന് ഒരു പെൺകുട്ടിയുടെ കത്ത് വരുന്നു. ഊരും പേരും ഇല്ലാത്ത ഒരു കത്തായിരുന്നു വന്നത്. അത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഒരു കത്ത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഉടൻ തന്നെ പ്രതികരിക്കേണ്ടിയിരുന്നത് എന്താണ്? ഇവിടെ അന്വേഷണം നടക്കുകയാണല്ലോ. പക്ഷേ ഇപ്പോൾ ഒരു പരാതി വന്നിട്ടുണ്ട്. അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അത് അന്വേഷിച്ച് കണ്ടെത്തുന്നത് വരെ ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റാരോപിതൻ തന്നെയാണ്. കാരണം തൊട്ടപ്പുറത്ത് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ അകത്തായവരെല്ലാം കുറ്റാരോപിതർ എന്നാണല്ലോ. ആ ഒരു നിലപാട് കോൺഗ്രസും സ്വീകരിച്ചാൽ മതിയായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായതും മറ്റൊരു തലത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൂത്ത് പുറത്തിടാൻ കാത്തിരിക്കുന്ന ഒരു പറ്റം നേതാക്കൾ കിട്ടിയ അവസരം മുതലെടുത്തു. പക്ഷേ ആ അവസരം നിങ്ങൾ മുതലെടുത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലല്ല തകർന്ന് തരിപ്പണമായി പുറത്തേക്ക് വീണത്. ഈ പാർട്ടി ഒന്നാകെയാണ്
തകർന്ന് തരിപ്പണമായി നിൽക്കുന്നത്. ജനങ്ങൾക്കിടയിൽ പോലും ഇപ്പോൾ ഒരു വിശ്വാസ്യത ഈ പാർട്ടിയെക്കുറിച്ചില്ല. കാരണം ഇങ്ങനെ തമ്മിലടിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിക്ക് എന്ത് വിശ്വസിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം ജനങ്ങൾക്കിടയിലുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇവിടെ ശബരിമല സംസാരിക്കണമായിരുന്നു, സർക്കാരിൻ്റെ നേരെയുള്ള അഴിമതികളെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു, വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു. ഈ സർക്കാർ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കും, അതായത് മകനും മകൾക്കുമെതിരെ വന്ന ഇഡിയുടെ നോട്ടീസിനെ കുറിച്ച് സംസാരിക്കണമായിരുന്നു. എന്നാൽ അതൊന്നും ചർച്ചയാക്കാതെ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഗർഭം ചുമന്ന് ഇങ്ങനെ നടന്നു. അത് ഈ പാർട്ടിയുടെ കഴുക്കോലൂരുന്നതിലാണ് കലാശിച്ചത്. എന്നിട്ടെല്ലാം സ്വന്തം നെഞ്ചത്തേക്ക് വരുന്നു എന്ന് കണ്ട ഘട്ടത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നത് ഗൂഢാലോചനയാണെന്ന് KPCC പ്രസിഡന്റ് പ്രതികരിച്ചിട്ട് ഒരു കാര്യവുമില്ല. പക്ഷെ ഇപ്പോഴാണ് നേതാക്കന്മാർക്കൊക്കെ ബോധോദയം വന്നിട്ട് ശബരിമലയെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വന്നത് ശബരിമലയിലെ കൊള്ളയിൽ പ്രതികളാക്കപ്പെട്ടവർക്ക് ഭരണകക്ഷി നൽകുന്ന സംരക്ഷണമാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാർക്കെതിരെ പാർട്ടി ചെറിയ ഒരു അച്ചടക്ക നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. ഗവൺമെന്റും പാർട്ടിയും ചേർന്ന് അവരെ സംരക്ഷിക്കുന്ന കവചമൊരുക്കി രക്ഷിക്കുകയാണ്. കൂടുതൽ പ്രതികളുണ്ട്, ഉന്നതന്മാർ ഇനിയും വരേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമായ പരാമർശം നടത്തിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ആ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല. നഷ്ടപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തിരികെ പിടിക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമാണുള്ളത്. കൂടുതൽ ഉന്നതന്മാർ ഇതിൽ പ്രതികളാണ് എന്ന് കേരള ഹൈക്കോടതി പറയുന്നുണ്ട്. ജയിലിൽ കിടക്കുന്ന പത്മകുമാറിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഒരു മുൻ മന്ത്രി ഉണ്ട് എന്ന് മാധ്യമങ്ങൾ പറയുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല. പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെട്ട പ്രതികളുടെ പേരിൽ നടപടിയെടുത്താൽ അവർ കൂടുതൽ കാര്യങ്ങൾ വെളിച്ചത്ത് പറയും. അതുവഴി കൂടുതൽ നേതാക്കന്മാർ പിടിക്കപ്പെടുകയും ചെയ്യുമെന്ന വലിയ ഭയത്തിലാണ് CPM ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടവരെ പോലും സംരക്ഷിക്കുന്നത് എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ വായിൽ നാവില്ലായിരുന്നു. ശബരിമലയെക്കുറിച്ച് ഒരക്ഷരം പോലും നിങ്ങൾ ആരും പ്രതികരിച്ചിട്ടില്ലല്ലോ. അപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വന്ന് പറയുന്നത് ഞങ്ങൾ രാഹുലിനെ പുറത്താക്കി, ഞങ്ങൾക്ക് ആ ഗർഭം ചുമക്കണ്ട എന്നൊക്കെ സ്വന്തം പാർട്ടിയെ പോലും അവതാളത്തിലാക്കുന്ന നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ ഇന്നിപ്പോൾ ശബരിമലയെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുന്നു. എന്ത് കാര്യത്തിന്? ആരെ ബോധ്യപ്പെടുത്താൻ? നിങ്ങൾ നിങ്ങളുടെ തമ്മിലടി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് ഒരു നിലനിൽപ്പുണ്ടാകും. രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടിയത് പ്രോസിക്യൂഷന്റെ കഴിവുകേടെന്നായിരുന്നു മുരളീധരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. കേരള പോലീസ് അമ്പെ പരാജയപ്പെട്ടുവെന്നും മുരളീധരൻ പ്രതികരിച്ചത്. പുകഞ്ഞ കൊള്ളി പുറത്താണ്, തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടും 2 ആഴ്ച ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. രാഹുലിന് ജാമ്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കോൺഗ്രസിനെ ബാധിക്കില്ല. രാഹുലിനെതിരായ 2ാമത്തെ പരാതി ജെനുവിൻ ആണെങ്കിലും അല്ലെങ്കിലും പാർട്ടി ഒരു തീരുമാനം എടുത്തല്ലോ, അതാണ് പാർട്ടിയുടെ നയമെന്നും മുരളീധരൻ പ്രതികരിച്ചു. അതായത് രാഹുലിനെ ഇനി ഞങ്ങൾ അടുപ്പിക്കില്ല എന്ന് മുരളീധരനും പറഞ്ഞു വെക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ് രാഹുലിനെ പുറത്താക്കാൻ, പാർട്ടിയിൽ നിന്ന് പാടെ അടിച്ചു തളിച്ച് പുറത്താക്കാൻ ഇവർ കൃത്യമായി പദ്ധതി ഒരുക്കിയിരുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2ാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ ഉടൻ സമീപിക്കും. തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത് അതിനെ എതിർത്തുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് സർക്കാർ പോകുന്നത്. ഒരു ജനപ്രതിനിധിക്കെതിരെ ലൈംഗിക പീഡനം പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും വസ്തുതകൾ പൂർണ്ണമായി പരിഗണിക്കാതെയാണ് ജാമ്യം അനുവദിച്ചതെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. സമൂഹത്തിൽ മാതൃകാപരമായി പെരുമാറേണ്ട MLAക്കെതിരെയാണ് പരാതി. ഈ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന നിലപാടിലാണ് സർക്കാർ. അതുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് പോകാൻ പോകുന്നതെന്ന്. ഈ സർക്കാരിന്റെ അട്ടത്ത് തന്നെ എത്രയോ പീഡന ആരോപണം നേരിടുന്നവർ ഉണ്ട്, കേസ് വരെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ചിറകിനടിയിൽ സംരക്ഷണം കൊടുക്കുന്നവരാണ് അടുത്തവന്റെ കണ്ണിലെ കരടെടുക്കാൻ പോകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.